വണ്ടി ഉള്ളിൽ കയറ്റൂല. ഗായ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ബേബിന്റെ ബർത്ത്ഡേ ആണ്. അൻഷിന്റെ 24 തികഞ്ഞ് എന്റെ കുട്ടി ഷഷ്ടിപൂർത്തി ആവാൻ പോവാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞാൻ വലിയ പ്ലാനൊക്കെ ആക്കണം വിചാരിച്ചിനി, പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മൾ ആ പ്ലാനൊന്നും ചെയ്യണില്ല, ഒക്കെ ഒഴിവാക്കി. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ട് നമ്മൾ രാത്രി 12 മണിക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, അതിന്റെ വ്ളോഗാണ്. പിന്നെ എന്താ ഗിഫ്റ്റ് ഒന്നും ഞാൻ ഈ ബർത്ത്ഡേക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കണേ. വിഷമമുണ്ടോ? ഇല്ല. ഓ വീഡിയോക്ക് വേണ്ടിക്കാണ്ട് തള്ളി മറിച്ചാണ് ഗൈസ്. അപ്പം ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇല്ലാന്ന് പറഞ്ഞിരിക്കണേ. കാരണം എന്താ വെച്ചാല് നമ്മളെ കല്യാണവും പിന്നെ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ കുറച്ചൊരു ഡൗൺ ആണ് പാപ്പരായി. കാരണം അങ്ങനെയാണ് നമ്മളെ കല്യാണം നടത്തിയത്. നമ്മളിങ്ങനെ ഒന്ന് ഡൗൺ ആയിനു. അവിടുന്ന് ഇങ്ങനെ നീച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പം അതിന്റെ ഇടക്കാണ് ഇപ്പൊ ബർത്ത്ഡേ വന്നത്. അപ്പൊ എന്റെ വീട്ടുകാരെന്തായാലും ട്രീറ്റ് ചെയ്യാതെക്കാൻ പറ്റൂല, ഓല് വരുന്നുണ്ട്. പിന്നെ അൻഷിന്റെ വീട്ടുകാരുണ്ട്. അപ്പൊ ഓൽക്കുള്ള ഫുഡ് സെറ്റപ്പ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയാണ്. പിന്നെ അൻഷിക്ക് ഇപ്പം ഞാനാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോ ഗിഫ്റ്റിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കുമല്ലേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അതാണ്. ഇപ്പൊ ഞങ്ങള് പോണത് ഷൂട്ടിനാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു ആഡ് ഷൂട്ടിന്റെ ഇതുണ്ട് മഞ്ചേരിയില്. അപ്പൊ അതിന് പോവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യട്ടോ. ഇതിപ്പോ ഞാൻ ഇൻട്രോ എടുത്തതാണ്. അപ്പം എല്ലാരും വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങള് മഞ്ചേരിത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അൻഷിന്റെ താത്തയും അൻഷിന്റെ കസിൻസും അതുപോലെ തന്നെ അൻഷിന്റെ അനിയനും കൂടിയിട്ട് ബഡ്ജറ്റിലേക്ക് വന്നതാണ്. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൻഷിക്ക് അറിയാം എന്തോ ഉണ്ട് എന്നുള്ളത്. എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ചെറുങ്ങനെ ഒരു കേക്ക് മുറിക്കുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം. പക്ഷെ ഞാന് ഇത്ര കുറച്ച് അടിപൊളിയാക്കി സെറ്റ് ആക്കുന്ന കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഓനറിയാതെ ഞാൻ മുന്നേ പോയി സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടില് വരുന്നവർക്ക് ഫ്രൂട്ട് സലാഡും ഇറച്ചിയും പൂളയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോമ്പറന്ന് വരല്ലേ, അപ്പം സിമ്പിളാക്കി അതാണ് കേട്ടോ. വീട്ടുകാരുടെ ഇഷ്ടത്തിനാൽ നമ്മൾ സിമ്പിളാക്കിയതാണ്. അപ്പൊ അതിനുള്ള ഫ്രൂട്ട്സും ഐസ്ക്രീമും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ലാസ്റ്റ് കിട്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. എനിക്കൊന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ നേരം വൈകി. ഇതാണ് കേട്ടോ അൻഷിന്റെ താത്ത. എല്ലാവരും ചോദിക്കുന്നുണ്ട് അൻഷിന്റെ താത്തമാരെ എവിടെയെന്നുള്ളത്. ഇതാണ് അൻഷിന്റെ താത്ത. ഞാൻ അങ്ങനെ ഓനെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒന്നും ഉണ്ടാവില്ല, അതൊന്ന് ക്ഷമിക്കണം, നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് അടിപൊളിയാക്കാന്നൊക്കെ. അപ്പൊ ഒരു സങ്കടം പോലെ ഇങ്ങനെ മുഖത്തുണ്ടേനു. അപ്പൊ നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യം രാത്രി 12 മണിക്ക് നമ്മൾ അമ്മായിന്റെ വീടുണ്ട്, അൻഷിന്റെ അമ്മായിന്റെ വീട്. ഇവരെല്ലാരും മൂത്തമ്മ കുഞ്ഞാമ്മ എല്ലാവരും എടുത്തെടുത്താണ് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിൽ സെറ്റ് ആക്കാതെ അമ്മായിന്റെ വീട്ടിലാണ് കേട്ടോ സെറ്റ് ആക്കിയിട്ടുള്ളത്, അൻഷിക്ക് ഡൗട്ട് അടിക്കാത്ത രീതിയിൽ. അപ്പോ ഞാൻ കറക്റ്റ് 12 മണിയാവുമ്പോ എല്ലാരും അങ്ങോട്ട് പറഞ്ഞേക്കും, എല്ലാം സെറ്റ് ആക്കിയിട്ട്. എന്നിട്ട് ഓനെ കൊണ്ടുവരും. അതാണ് കേട്ടോ നമ്മളെ പ്ലാന്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി. എന്നിട്ട് പിന്നെ ഫാൻസിക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ 25ന്റെ ക്യാൻഡിൽ നോക്കി, പക്ഷെ അത് കിട്ടാണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ പൂത്തിരി പോകുന്ന ഒരു ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതാണെന്നുണ്ടെങ്കിൽ കേക്കുമ്പോൾ വെക്കാനും മറന്നു പോയിട്ട് ആ തിരക്കിന്റെ ഉള്ളിൽ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടുകാർ കറക്റ്റ് 12 മണിക്ക് വരും കേട്ടോ. അൻഷിക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഇത്രയും അടിപൊളിയാക്കി നമ്മൾ കഴിക്കുന്നുള്ളത് അൻഷിക്ക് അറിയില്ല കേട്ടോ. അത് കേക്കിൽ കുത്തനാണ്. കറക്റ്റ് 9 മണിയായപ്പോൾ നമ്മൾ അമ്മായിന്റെ വീട്ടിലെത്തി. ഡെക്കറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കോംബോ വാങ്ങിയാണ് കേട്ടോ. ഒരു 160 രൂപ ആയിട്ടുള്ളൂ. ഷുഗർ ഫിൽസിൽ നിന്ന് നമുക്ക് അൻഷിക്കുള്ള ഒരു സർപ്രൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് പിങ്ക് കോംബോ ആയിരുന്നു. ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബർത്ത്ഡേന്റെ ഈ ഒരു പരിപാടി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വീട്ടുകാരൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇതിനൊക്കെ കൂട്ടുന്നത് ഓന്റെ താത്തമാരും കസിൻസും ഓന്റെ ഫ്രണ്ട്സും ആണ് കേട്ടോ. ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്, അൻഷിന്റെ ബർത്ത്ഡേ ആണ്. നമ്മളിതാ ഉണ്ട്.
ഷുഗർ ഫിൽസിൽ നമുക്ക് സമ്മാനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഷുഗർ ഫിൽസിൽ നമുക്ക് അൻഷിക്ക് കൊടുക്കുന്നതാണ് അത്. അപ്പൊ ഇനി ഓരോന്ന് സെറ്റാക്കി കൊടുത്തോളൂ. സെറ്റാക്കി അൻഷിന്റെ വീട്ടുകാരുടെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ എന്തിനും ഒപ്പം നിൽക്കും കേട്ടോ. കട്ടൊക്കെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്തുങ്ങാണ്ട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ അമ്മായിയാളായാലും കുഞ്ഞാമാരായാലും ഉമ്മ ആയാലും എല്ലാവരായാലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവൻ അവൻ്റെ അനിയൻ വരെ അങ്ങനെ മിണ്ടാത്ത ഒരു ടൈപ്പാണ്. അത്രക്കും സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവും, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. ഇതൊന്നും അവന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ അൻഷി. അതുകൊണ്ടാണ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് ഒരു മാല ബൾബൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കേട്ടോ നമ്മളാൽ കഴിയുന്ന രീതി നല്ല പൊലിവുണ്ട് കേട്ടോ. ഇല്ല ഇല്ല ഉറപ്പാ. ഓക്കെ, ഓനൊരു റെഡും ഞാനൊരു ഇങ്ങനത്തെ ഒരു കളറുമാണ് ഇടുന്നത്. അപ്പൊ നമുക്കിനി കൊളായിൽ വെച്ച് കാണാം. ഓ എന്റെ മാനം എന്നൊക്കെ വേട്ടുടി എന്നാലോ എന്ത് അട്ടാളി കൊളായിക്കല്ല ആൾക്കാരുണ്ടാവും. എനിക്കിഷ്ടമല്ല കേട്ടോ. ഷൂ ഇടണേ, ചെരുപ്പ് അധിക്കാം രാത്രിയല്ലേ ഇടണേ കേട്ടോ, നിങ്ങളിഷ്ടം. അപ്പം ഞാനും പോയി മാറ്റിയിട്ട് വരാം. സോ ഗായ്സ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അല്ലേക്ക എന്താ പറയാല്ലേ? എത്രാമത്തെ വയസ്സാ? നീ പിരിക അങ്ങനെ പൊക്കണ താത്തിയാനെ. എത്രാമത്തെ വയസ്സാ? 25 വയസ്സായി. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. സോ ഇനി നമുക്ക് കൊളായി വെച്ച് കാണാം. പോണതിന് മുന്നേ നമുക്ക് നമ്മളെ ചാർജർ എടുത്തിട്ട് പോവാം. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ ഓന്റെ വീട്ടുകാരെല്ലാരും ഞാൻ 12 മണിക്ക് അവിടെ 12:05 എത്തിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്റെ ചാർജർ അമ്മായിൻ്റെ വെച്ച് മറന്നു എന്ന് പറഞ്ഞിട്ട് ആ പേര് അമ്മായിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് സർപ്രൈസ് കൊടുക്കും. അതാണ് എന്റെ പ്ലാൻ. അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ എനിക്ക് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിരികം പൊന്തിച്ചല്ലിട്ടോ ഇല്ലാതെ കണ്ട് ഫാ. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട്, അല്ല എങ്ങോട്ടൊക്കെ പോവാറുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഉറപ്പാ അപ്പൊ ടൈം ആവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊലിവിന്റെ അൻഷിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ. ഞാൻ വന്നതിന് ശേഷമാണ് അൻഷി ബർത്ത്ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങൾ പോവാണ്, വരെ പൂട്ടി പോവാണ്. വരിക്കാ ആൻ ഞാൻ പൂട്ട് കർട്ടൻ്റെ അടി വെച്ചോളൂ. വണ്ടി ഉള്ളിൽ കയറ്റൂല. ആൾക്കാർ ആൾക്കാർ ഒറിജിനൽ കിട്ടിയില്ലേ? അതെ.
പോരാ അടുത്ത നമ്മളുടെ മമ്മിയുടെ ആകാം. മമ്മി വരൂ. ചേർന്ന് ഓക്കെ കഴിഞ്ഞോ? ഇതെന്തായാലും സമ്മാനം കൊടുത്തു. ചുട്ടുമണിയേ വാച്ചാണ് വാച്ച്. ഇതൊന്നും കൊടുന്നില്ല അനുഷിക്ക്. നല്ല മോഡലായി. ഒപ്പം നണി കണ്ടാളും എന്തൊക്കെ എന്റെ ബർത്ത്ഡേ അല്ല നിങ്ങളെ ബർത്ത്ഡേ ആണ്. അത് കറക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ പരിപാടി ഇത്രയും കളറായത് അനുഷ്യൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അവരോടൊക്കെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. തുടക്കം മുതൽ ലാസ്റ്റ് വരെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പരിപാടി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഇവിടെ കേക്ക് സപ്ലൈ എന്ന പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 2 കേക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ഫെബിയും സൽമാനും കൊടുന്നതാണ് കേട്ടോ, ആ യെല്ലോ കേക്ക്. മറ്റേത് നമ്മളിവിടെ മേടിച്ച കേക്കായിരുന്നു. കേക്ക് പൊതുവെ ആർക്കും ഇവിടെ അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് വളരെ മിനിമലായിട്ട് വാങ്ങി അതിൽ ഒതുക്കിയത് കേട്ടോ. നാലാമത്താണ് എൻ്റെ വീട്ടുകാർ പോവാനായിട്ടോ. ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോൾ ഒരു പോയി. അപ്പോൾ ഓലെ ഞാൻ കാറിൻ്റെ അവിടേക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണ്. നാളെ ഞാൻ വീട്ടിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ ദിലു എന്നോട് ഇങ്ങനെ പറയാം, നാളെ പോരട്ടോ, ഞാൻ നിൽക്കാൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. സോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. അപ്പൊ എല്ലാരോടും ടാറ്റാ. തിന്നോണ്ടിട്ടാ മടിക്കാ